നമ്മുടെ പ്രഭാസിൻ്റെ വലിയൊരു കംബാക്ക് അടിച്ചിട്ടുള്ള സിനിമയായിരുന്നു കൽക്കി മൂവി. സിനിമ 1000 കോടിക്ക് മേലെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ അന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി. അതിനുശേഷം സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ്മെൻറ്റ് ചെയ്യുകയും ഇപ്പോൾ ഏതാ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സിനിമയിൽ നിന്ന് ദീപിക പതുക്കോണെ പുറത്താക്കുകയും അതിന് പകരം സായി പല്ലവിയെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ കമൽഹാസൻ്റെയും അമിതാഭ് ബച്ചൻ്റെ സീക്വൻസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. പ്രഭാസ് ഇപ്പോൾ ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ്റെ സ്പിരിറ്റ് സിനിമയ്ക്ക് ശേഷമായിരിക്കും കൽക്കി സിനിമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏതാ സിനിമയിൽ നിന്ന് വേറൊരു റൂമർ പൊങ്ങി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സിനിമയിലേക്ക് കാസ്റ്റിംഗ് കോൾ വിളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക, ആരും മിസ് ചെയ്യേണ്ട. ഇപ്പോൾ റൂമർ എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ ഒരു മേജർ വേഷം കൈകാര്യം ചെയ്യാൻ പോകുന്നത് തമിഴിൽ നിന്ന് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയാണെന്നാണ് ഇപ്പോൾ ഒരു റൂമർ പൊങ്ങി വന്നിരിക്കുന്നത്. ഓൾറെഡി നാഗ് അശ്വിൻ സൂര്യ വെച്ചൊരു പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത് ജസ്റ്റ് റൂമറാണ്, ഒഫീഷ്യൽ കൺഫർമേഷൻ എവിടെയും പറഞ്ഞിട്ടില്ല. SS രാജമൗലി ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് വാരണാസി. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുന്ന IMAX മൂവിയും കൂടിയാണ് വാരണാസി. സിനിമയിൽ നിന്ന് ഒരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല. സിനിമയിലെ സ്റ്റോറി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാലോചിക്കണം, ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ബ്രഹ്മാണ്ഡ സിനിമയാണ് വാരണാസി. ആദ്യത്തെ ഏതാണെന്ന് പറയണ്ടല്ലോ, രാമായണ. ഇപ്പോൾ സിനിമയുടെ മെയിൻ കഥ അത്ര വലിയ രീതി പുറത്തായിട്ടൊന്നുമില്ല. ഇപ്പോൾ ചിലവരിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ്. മെയിൻ പ്ലോട്ട് വേറെ ഒന്നുമല്ല. ഡൈനസോറുകളുടെ കാലത്ത് അന്നൊരു വലിയൊരു ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ വീഴും. ആ ഒരു ആസ്ട്രോയിഡ് കാരണമാണ് ഭൂമിയിലെ 70% ജീവികൾ വംശനാശത്തിന് കാരണമായത്. ആ ഒരു ആസ്ട്രോയിഡ് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നതും അതിനെ തടയാൻ ശ്രമിക്കുന്ന ക്യാരക്ടറായിട്ടാണ് മഹേഷ് ബാബു വരാൻ പോകുന്നത്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നായിരിക്കും നമ്മൾ ഇന്ന് നോക്കേണ്ടത്. അതിനിടയ്ക്ക് പൃഥ്വിരാജ് ക്യാരക്ടറിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ആസ്ട്രോയിഡിൽ നിന്ന് എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള മിനറൽസ് കാണുമായിരിക്കും. അപ്പോൾ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം.